ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. റമളാൻ മാസത്തിനു മുൻപായി ബറാത്ത് രാവിനെ വരവേൽക്കുന്നതിന് ജുമാ നിസ്കാരത്തിനായി മുള്ളൂർക്കര ജുമാ മസ്ജിദിൽ നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്നു. وكل ما أمرنا الله أن نفعله هو خير وكل ما سن لنا رسول الله صلى الله عليه وسلم فعله هو خير. بعضنا يفعل الخير بحسن الأخلاق وصلة الأرحام ومد يد العون للمحتاج فحيثما ولى بوجهه ينال الخير ويفعل الطيب. وبعضنا كأهل الأعراف لا يفعل الخير ولا يفعل السيئات لا يفعل الخيرات ولا يفعل السيئات فخيراته قليلة وأوقاته ضائعة في المباحات كثيرة ولكنه خسر وفاتته حسنات ورحمات عديدة. أيها المؤمنون فعل الخيرات هو مطلب ربانية ودعوة إلهية ونصيحة نبوية فاقبلوها وخذوا بها وعظموها واعملوا بها. ബറാത്ത് രാവിനെ വരവേൽക്കാനും ലൈലത്തുൽ ഖദറിനെ ധന്യമാക്കുവാനുമായി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ മുള്ളൂർക്കര ടൗൺ ജുമാ മസ്ജിദിൽ എത്തിച്ചേർന്നു. റമളാനെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായി വെള്ളിയാഴ്ച രാത്രി ബറാത്ത് രാവ്, അതിനോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദർ രാത്രിയിൽ ഉണ്ടാകുമെന്നാണ് മുസ്ലിം മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. ശനിയാഴ്ചയാണ് വിശ്വാസികൾ നോമ്പ് നോൽക്കുക. ഇതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ രാത്രിയിൽ നടക്കും. വെള്ളിയാഴ്ച വന്നതോടെ ജുമാ നമസ്കാരത്തിന് നിരവധി വിശ്വാസികളെത്തി. വെള്ളിയാഴ്ച രാത്രിയിൽ ഭക്ഷണ വിശാലത, ആയുസ്, മരണപ്പെട്ടവർക്ക് പരലോകമോക്ഷം ലഭിക്കുന്നതിനും പ്രത്യേക പ്രാർത്ഥന രാത്രിയിലുണ്ടാകും. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളി ഖത്തീബ് അഷ്റഫ് ദാരുമി നേതൃത്വം നൽകി. തുടർന്ന് വൈകിട്ട് വിവിധ പ്രാർത്ഥനകളും മറ്റുമുണ്ടാകുമെന്ന് പള്ളി പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, സെക്രട്ടറി KM ഹുമ്മ ഹാജി, ട്രഷറർ CM ഷംസുദ്ദീൻ, മറ്റു ഭാരവാഹികളും അറിയിച്ചു. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ഒരു ദിവസത്തിന്റെ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജ്റ മാസത്തിലെ ശഅബാൻ 15 എന്ന് പറയപ്പെടുന്നത് ബറാത്ത് നാളാണ്. അതിൻ്റെ തലേദിവസം മഗ്‌രിബോടുകൂടി ആരംഭിക്കുന്ന രാവും ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായി ഇസ്ലാം മത വിശ്വാസികൾ കൊണ്ടാടുകയാണ്. ഈ ദിവസത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട ലൈലത്തുൽ ഖദറാണ് ഈ ദിവസം എന്ന് പോലും പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷത്തേക്കുള്ള ആയുസ്സിനെ തേടിക്കൊണ്ട് റിസ്ക് എന്ന് പറയപ്പെടുന്ന ഭക്ഷണത്തെ വിശാലമാക്കുന്നതിന് വേണ്ടി തൊഴിലിലും മാതാപിതാക്കളിലും മക്കളിലും കുടുംബങ്ങളിലും എല്ലാം വർക്കത്തിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ കൊണ്ട് ഇന്നത്തെ രാവിനെ ധന്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ വിശ്വാസികളായ മുസ്ലിം സമുദായം കൊണ്ടാടുന്നത്. ഇന്ന് രാത്രി മുള്ളൂർക്കരയിൽ പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലെ ഖബർസ്ഥാനായ മണ്ണുവട്ടത്ത് വെച്ച് പ്രത്യേകമായ പ്രാർത്ഥനയോടുകൂടെ ഈ ബറാത്ത് രാവിനെ ധന്യമാക്കുന്നതിന് വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസത്തിൻ്റെ ശ്രേഷ്ഠമായ റമദാന് മുമ്പുള്ള തുടക്കം കൂടിയാണ്. അതിൻ്റെ പുണ്യതയോടുകൂടെ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ദിനരാത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.